ഇവിടെ ഒരു രാജാവ് അയാളുടെ മക്കളുടെ തല വെട്ടാണ്. എന്നിട്ടൊരു ഗോൾഡൻ ത്രെഡ് വെച്ച് അവരുടെ ബോഡിയിലേക്ക് വീണ്ടും തല തുന്നി ചേർക്കുന്നു. സംഭവം ആ ത്രെഡ് ആ കുട്ടികൾക്ക് ജീവൻ നൽകുന്ന അവര് വിശ്വസിച്ചു. പക്ഷെ അവരുടെ വിശ്വാസം അവരെ രക്ഷിച്ചു. കുട്ടികൾക്ക് വീണ്ടും ജീവൻ വരികയാണ്. ഉടനെ ഇത് കണ്ട രാജാവും റാണിയും മാത്രമല്ല കുട്ടികളും ഞെട്ടി. അങ്ങനെ അവിടെ നിന്നാൽ അവരുടെ പാരന്റ്സ് വീണ്ടും അവരെ നരബലി ചെയ്യുമെന്ന് മനസ്സിലാക്കിയ പിള്ളേര് ആ പാലസിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാണ്. എന്നിട്ട് അവരെക്കാളും നല്ല പാരന്റ്സിനെ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ അവര് നടന്ന് ഒരു കാട്ടിലെത്തുന്നു. അവിടെ വെച്ച് അവരെ നിറയെ വൂൾഫുകളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അവസാനം അവരൊരു കേക്ക് ഹൗസിൽ എത്തിപ്പെടുകയാണ്. അപ്പൊ അവിടെ ബേക്ക് ചെയ്യുന്ന ഒരു ലേഡി വന്നിട്ട് അവരെ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയിട്ട് കേക്കും ബണ്ണും മീറ്റും അങ്ങനെ ഒരുപാട് ഫുഡ് കഴിക്കാൻ കൊടുക്കുന്നു. അപ്പൊ കുട്ടികളാണെങ്കിൽ അത് മുഴുവൻ കഴിച്ചിട്ട് അവിടെ കിടന്നുറങ്ങുകയാണ്. ഇത് കണ്ട ബേക്കർ ലേഡി അവരെ എടുത്തുകൊണ്ട് പോയി റൂമിലിടുന്നു. എന്നിട്ട് ആ ലേഡി ഉറങ്ങിക്കിടന്ന പയ്യനെ എടുത്തുകൊണ്ട് പോയി ഓവനിൽ വെച്ച് ജീവനോടെ ബേക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ചിക്കൻ ബേക്കാകുന്ന മണം വന്നതും ആർത്തി പൂണ്ട ലേഡി ഓവൻ തുറക്കുകയാണ്. ഉടനെ അതിനകത്ത് നിന്ന് പയ്യൻ ചാടി പുറത്ത് വന്നിട്ട് ആ ലേഡിയെ തള്ളി ഓവനിലേക്ക് ഇടുന്നു. എന്നിട്ട് അവൻ ഓടിച്ചെന്ന് അവന്റെ സിസ്റ്ററിനെ വിളിച്ചു രക്ഷപ്പെടാൻ നോക്കുന്നു. അപ്പോഴേക്കും അവിടേക്ക് ബേക്കർ ലേഡി വന്നിട്ട് അവരെ കത്തി വെച്ച് കട്ട് ചെയ്യാൻ നോക്കുന്നു. ആ സമയത്ത് റൂമിൽ ഒളിച്ച പയ്യനെ അവർ കണ്ടുപിടിക്കുന്നു. അപ്പൊ ആ പെൺകുട്ടി അവളുടെ ഷൂ ഊരി ആ ലേഡിയുടെ മണ്ടക്കെറിഞ്ഞതും അവരൊരു ഗ്ലാസ്സിൽ കൂടി ഉരുണ്ടുരുണ്ട് ജനൽ വഴി പുറത്തേക്ക് വീണ് മരിക്കുന്നു. അങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട കുട്ടികളെ വീണ്ടും നല്ല പാരന്റ്സിന് വേണ്ടിയുള്ള അന്വേഷണം തുടർന്നു.